ഇന്നത്തെ റെസിപ്പി ഉപ്പുമാവാണ്. ഇതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വറുത്ത റവ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, 3 വറ്റൽമുളക്, ക്യാരറ്റ് ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് ഗ്രീൻ പീസ്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കാഷ്നട്ട് വേണം, റൈസിൻ വേണം, കടുക് 1 ടീസ്പൂൺ, ഉഴുന്ന് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, സവോള, ഇനി കുറച്ച് ഉപ്പ് ഇട്ടതൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഒന്ന് പതുക്കെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി അല്ലാതെ നമ്മുടെ സാധാ ഗ്രീൻ പീസ് വേവിച്ചിട്ട് ആയാലും ചേർക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കാഷ്നട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിൻ ഇട്ട് കൊടുക്കാം. റൈസിൻ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തത്, അതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ കുറേശ്ശെയായിട്ട് ചേർക്കാം. ഇനി ഒരു ചെറു തീയിലിട്ട് പതുക്കെ വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇത് ചെറു തീയിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയ ഒരു ഫുഡാണ്, അതുപോലെ ടേസ്റ്റിയാണ്. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിളും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്.